2000 ഫോളോവേഴ്സ്. ഇപ്പൊ 500K 400K 500K ഫോളോവേഴ്സ് ആയി എനിക്ക്. അത് ഭയങ്കര ഒരു കാര്യം പറയലാം. അബൈ പട്ടാമ്പി ചെയ്യാതെ അവൻ തന്നെ ഓ മോനെ പക്ക പെർഫെക്റ്റ് ആളാ കേട്ടോ. കാര്യം പറയല ശരിയായ സിയ. ഇതുവരെ ഞാൻ എൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്തായിട്ട് ഒരുത്താൻ CA ആയിട്ട് ഉണ്ടായിട്ട് പോലും ഞാൻ അബൈനെ ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ അവന്റെ പെർഫെക്ഷനാ. ഇവനൊരു മണ്ടനാണ്, ഇവനൊരു മരമണ്ടനാണ്. ഇവനെ ഒരു കാര്യം പോലും ഓർമ്മയിൽ പോലും നിൽക്കൂല. ഇപ്പൊ തന്നെ ഇവൻ എന്റെ CA ആരാന്ന് പോലും ഓർമ്മയില്ല. ഇവൻ പണ്ട് കണ്ടതാ, മീറ്റ് ചെയ്ത ആളെ ഇവന് ഓർമ്മയില്ല. ഈ ഓർമ്മശക്തി ഇല്ലാത്ത ആൾക്കാരാ. ഈ ഓർമ്മശക്തി ഇല്ലാത്ത ആളാ. എടാ നാറി ആരാന്നത്? എനിക്ക് റൈഡ് തരോ? 253 സബ്. ഓക്കെ 250 സബ്ബേ ഉള്ളൂ. എനിക്ക് നമുക്ക് റൈഡ് കൊടുക്കാം. അതൊന്ന് ഓർമ്മിക്കാം. ടാക്സ് പ്രോ അബൈ തന്നെ. ടാക്സ് പ്രോ അബൈ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബെസ്റ്റ് CA. ഞാൻ കാര്യം പറയല, ബെസ്റ്റ് CA. എന്റെ എന്താ കഥ? എന്റെ ഒരു പാട്ട് ഇടുന്ന പാട്ട് ഇടണോ? ബാക്ക്ഗ്രൗണ്ട് സോങ് വേണോ? കഥ പറയാൻ അങ്ങനത്തെ ഒന്നുമില്ല. എന്റെ എന്താ, എന്റെ ഇവിടെ വരുന്നവരല്ലേ. ഞാന് പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയി. പുറത്താ പഠിക്കുക, കോളേജിൽ പഠിച്ചു. പിന്നെ ഡിഗ്രി വരെ കോളേജിലാണ്ടായിരുന്നു. അപ്പൊ മാസത്തിൽ ഏകദേശം 3 ദിവസമൊക്കെ ലീവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നാട്ടിൽ വരും. അപ്പോ കോളേജിൽ പഠിച്ചോണ്ട് തന്നെ കേരളത്തിലെ ആടിയൊക്കെ ആയിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. നാട്ടില് ഫ്രണ്ട്സ് കുറവാ. അങ്ങനെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് കൊറോണ സമയത്തെല്ലാം കഴിഞ്ഞ് പിന്നെ നാട്ടിലെത്തി പിന്നെ നാട്ടിൽ പിന്നെ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. കുണ്ടൻ സ്റ്റോറി മഴവിൽ സ്റ്റോറി നീ ട്രാൻസ് ആയ സ്റ്റോറിയാ പറയുന്നത്. ഇത് നിന്റെ നീ വന്നോ, നീ ഇരുന്നോടുകൂടി ചാറ്റ് ആയിട്ട് നോക്കിയാ പറയുന്നേ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേഗം പോവാ, എന്നാ ഇത് അധികം കേൾക്കണ്ടല്ലോ. പിന്നെ അപ്പൊ എന്താ വെച്ചാല് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിലെത്തി പിന്നെ 2-3 കൊല്ലം പിന്നെ കുറച്ചെന്തല്ലോ പരിപാടികള് തട്ടാട, പിന്നെ അതേപോലെ തന്നെ കാറ്ററിങ് അങ്ങനത്തെ എല്ലാം ആയിട്ട് പോയി. കാരണം സാഹചര്യം കൊണ്ടൊക്കെ എങ്ങനെ ഇതാക്കണ്ടേ. യൂട്യൂബ് ആദ്യം തുടങ്ങി വെച്ചിരുന്നു, എന്തെങ്കിലും പച്ച പിടിക്കുന്ന വിചാരിച്ചു. അത് നടന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. കാറ്ററിങ്ങിന് പോകും, പിന്നെ തട്ടുകടയിൽ ഇതാക്കും. അങ്ങനെയാണ് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ മനസ്സിലായത്. അപ്പോ എന്തായാലും പഠിച്ചതുകൊണ്ട് എവിടെ എത്തൂല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഈ 9 to 5 ജോബിനൊന്നും താല്പര്യമില്ല. ബിസിനസ് പരിപാടി പഠിച്ചോണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായ നീ എന്തിനു കൊറേ പഠിച്ചു? അല്ല, ഇത് കഴിഞ്ഞാണല്ലോ നമുക്കൊരു ബോധം വരിക. പിന്നെ മനസ്സിലാക്കിട്ട് എന്താ കാര്യം? അപ്പത്തേക്ക് അങ്ങനെ ഉണ്ടാവുക. കുറെ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. അല്ല ഞാൻ പറയുന്ന വെച്ചാൽ നീ ഇതെന്തോ ലക്കിന് ഇവിടെ എത്തിപ്പെട്ടതാ. നീ ഇവിടെ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ പഠിത്തം കൊണ്ട് മാത്രമേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലെ അപ്പൊ പിന്നെ പഠിത്തം കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയരുത്. അങ്ങനെയല്ല. ടിൻസ് ശരി, താങ്ക് യു ഫോർ ദ 5 pounds. പെണ്ണ ടിൻസ് ബ്രോ ആണല്ലേ? ടിൻസ് ശരി, താങ്ക് യു ഫോർ ദ 5 pounds ബ്രദർ. പറ. പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ബെഞ്ചിലുള്ള കുറെ ആൾക്കാർ ശ്രദ്ധിച്ചു ജീവിതത്തിൽ എവിടെ എത്തിയിട്ടുണ്ടാവില്ല അവര്. അങ്ങനെ അതെല്ലാം മറ്റേ ഇതില് വരുന്നത്, അതെല്ലാം ട്രോളില് വരുന്നത്. അതിലൊന്നും റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒന്നല്ല. എന്നാലും അതിനെ കൊണ്ട് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാറ്ററിംഗും തട്ടുകടയിലും പുട്ടടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ പിന്നെ ഓൾറെഡി അറിയാലോ, പിന്നെ നിന്റെ ലൈവ് കാര്യം സ്ഥിരമായിട്ട് കാണലുണ്ട്. അങ്ങനെയാണ് ഒരു കുക്കിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അങ്ങനെ ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ എന്താക്കി, ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീട്ടിട്ട് ഞാൻ ഇട്ട്. അപ്പൊ അങ്ങനെ അത് കേറി അങ്ങനെ എഴുത്തി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയി. അത്ര എന്താ കയ്യിലേ. പിന്നെ ഈടെത്തിയ ബാക്കിയുള്ള കഥ എല്ലാവർക്കും അറിയാലോ. ഈടെത്തി ഫസ്റ്റ് ദിവസം തന്നെ ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയാ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സെയിം ദിവസം തന്നെ എന്റെ വല്യമ്മ മരണപ്പെടുന്നത്. അപ്പോ അന്ന് തന്നെ ഒന്നും, അതായത് നമ്മള് വേറെ ആരെങ്കിലും നമുക്കറിയാം. പിന്നെ നാട്ടിലേക്ക് അന്ന് തന്നെ ഇവരെല്ലാവരും എന്റെ ഒപ്പം വരുന്നത്. അപ്പൊ അന്നൊരു കാര്യം തീരുമാനിച്ച എന്തായാലും ഒപ്പം നിൽക്കുന്നതാണ്. അപ്പൊ എന്നെ കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാനിവിടെ ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. അത്ര ഹാപ്പിയാ? കാരണം ഞാൻ പറഞ്ഞു അടുത്ത മാസം മുതൽ സാലറി ഇല്ല. ഞാൻ പറഞ്ഞ സാലറി അങ്ങനെ വേണമെന്നൊന്നുമില്ല എനിക്ക്. ഞാൻ വെറുതെ ഓക്കെ. അടുത്ത ആള്
ആദില് പറഞ്ഞോ? വക്കീലവിടെ വക്കീലൊന്നും വരാണ്ട് 1 മാസം ബ്രേക്ക് എടുത്തതല്ലേ. വക്കീലിന്റെ പരിപാടി അറിയോ? വക്കീൽ 1 മാസം ബ്രേക്ക് എടുത്ത്, വലിയൊരു ബ്രേക്ക്. ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നിപ്പോ. ബാ അടുത്താണ് വാ ഇരി. എടാ അത് സ്പാമി അല്ലടാ, മുണ്ടാണ്ടിക്കടാ. ഞാൻ ലൈവ് നിർത്തി പോകാനാണ് നിങ്ങൾ ആഗ്രഹം, അല്ലെങ്കിൽ അത് സ്പാം ചെയ്യാണ്ട് നിൽക്ക്. ഓക്കെ എന്ത് ബാ പറ, കഥ പറ. ഇതെന്താ ബുദ്ധിങ്ങിട്ടിരിക്കുന്നു ഇവിടെ, ബോണ്ട ബുദ്ധിങ്ങിയ പോലെ. കഥ പറ മോനെ. എന്തേ അത് വായിക്കാൻ പറ്റില്ല? ഇല്ല അത് വായിക്കരുത്. പ്രത്യേകത എന്നല്ല, വായിക്കണ്ട. എന്റെ സ്റ്റോറി എല്ലാവർക്കും ഇടാ, എന്റെ സ്റ്റോറി അറിയാത്ത ആരും ഇല്ല ഇവിടെ. ഓക്കെ ബ്രേക്കപ്പ് സ്റ്റോറി ഒന്നും ചോദിക്കരുത് മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. ഓക്കെ അതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത്. അത് വളരെ വളരെ മോശമാണ്. ഞാൻ നിങ്ങളോട് ആദ്യം മുതൽ പറയുന്ന കാര്യം. അത് പറയാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അടികൾ ഉണ്ടായിരുന്നു. സാധാ എല്ലാ റിലേഷൻഷിപ്പിലും വരുന്ന പോലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ ഇതിലും കല്യാണം കഴിച്ചാലും ഉണ്ടാവും, ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇതിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. ബ്രേക്കപ്പായി, അത്രേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും എനിക്ക് പറയാനില്ല. ഓക്കെ അത് വളരെ വളരെ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചോദിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് ഞാൻ പറഞ്ഞ കാര്യം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ സംസാരിക്കരുത് എന്ന് പറഞ്ഞുള്ളൂ നിങ്ങളോട്. അത് തന്നെ ഇവിടെ വന്നിട്ട് സ്പാം ചെയ്യുന്ന കാര്യം പറയാലോ. അത് പറ, റാംബുവിന്റെ കഥ പറ. ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ് എൻ്റെ നാട്. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷം ആവാറായി. പിന്നെ ഞാൻ പഠിച്ചത് +2 കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി, അതൊക്കെയാണ് ഞാൻ പഠിച്ചത്. പിന്നെന്തോന്ന് പൊറോട്ട മടക്കി പിടിച്ചൊരു ഒരു ചുരുട്ടി പിടിച്ചോടെ പൊറോട്ട ഇങ്ങോട്ട്. ഇവിടെ എത്തിപ്പെട്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, വീട്ടിലിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അച്ഛന്, അമ്മ, ചേട്ടൻ, ഇവരാണ് എൻ്റെ വീട്ടിലുള്ളത്. അതിലെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പം എന്നെ കുറിച്ച് പറയുമ്പം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിയാദിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് ചൈൽഡാണ്. എന്നെ എടുത്ത് വളർത്തിയതാണ്, കൊച്ചിയിൽ എന്നെ എടുത്ത് വളർത്തിയതാണ്. ഞാൻ ഇതറിയണം എൻ്റെ ഒരു 24-ാമത്തെ വയസ്സ്, 24 അല്ല, ഒരു 23 വയസ്സായ സമയത്താണ് ഞാൻ ഇത് അറിയണത്. ഒരു 3 വർഷം മുമ്പ് ആ സമയത്താണ് ഞാൻ ഇത് അറിയണത്, ഈ ഒരു കാര്യം അറിയണത്. പിന്നെ ഞാൻ എന്തോന്നു ആ സമയത്ത് ഞാൻ അറിയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 23 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഇത് ആർക്കും അറിയില്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ, വേറെ ആർക്കും ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല, വേറെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു 23 വയസ്സ് ആ ഒരു പ്രായമുള്ള സമയത്താണ് ഞാൻ അറിയണത്. കൊച്ചിലോട്ട് ഇതിനു മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ആ ഒരു സമയത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് അത്രയും നാൾ നമ്മൾ എന്തോന്ന് അച്ഛൻ, അമ്മ, ഇല്ലെങ്കിൽ വീട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവരൊന്നും നമ്മളെ ആരും അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടായിപ്പോയി. 1 വർഷം ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം 1 വർഷം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പുറത്തു പോയിട്ട് കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ഒന്നും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ടെന്നല്ല, അത്രയും ഞാൻ പിന്നെ കുറേ പേര് ഇങ്ങനെ എല്ലാവരും നോട്ടോ ഒരുമാതിരി കളിയാക്കൾ അങ്ങനെയൊക്കെയുള്ള നോട്ടമൊക്കെ കുറേ പേരുണ്ടായിരുന്നു. കുറേ കുടുംബക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ 23 വർഷം ഞാൻ ഇത് അറിയണത് വരെ എന്നെ ആരും സങ്കടപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ അത്രയും ഇതായിട്ടാണ് എൻ്റെ വീട്ടുകാർ അവർ നോക്കിയത്. വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് മൂത്ത മോനുണ്ട്, എൻ്റെ ഒരു ചേട്ടനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ എടുത്ത് വളർത്തിയത്. എന്നെ കൊച്ചിന് എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം അതിനുശേഷം ഞാൻ പുറത്തോട്ട് പോയി. ഇതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവരെന്നെ പുറത്തോട്ട് വിട്ട്, ദുബായിലോട്ട് വിട്ട്. അവിടെ പോയി നിന്നിട്ടും ജോലിക്ക് പോയിട്ട് എന്നെ കൊണ്ട് അവിടെ ജോലി ചെയ്യാനൊന്നും പറ്റിയില്ല. ഈ ഒരു
ഡിപ്രഷൻ അടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്ക് വീട്ടിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ നിൽക്കാനും എന്നെ കൊണ്ട് പറ്റിയില്ല. എല്ലാവരെയും കാണുമ്പോൾ ഒരാൾക്കാർ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നമ്മളെ നോക്കി നടന്ന് വെറുതെ ചിരിക്കണായിരിക്കും. അത്രയും നാൾ ചിരിച്ചതാണൊക്കെ ചിരിക്കുമ്പോഴായിരിക്കും, പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ആ ചിരിയൊക്കെ വേറൊരു രീതിയിൽ കളിയാക്കി ചിരിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു സാധനം വരാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യണമെന്ന് പിന്നെ വേറെ അറിഞ്ഞുകൂടായിരുന്നു എന്താണ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇത് കണക്ക് ജോലി നോക്കിയിട്ട് എനിക്ക് ആദ്യമൊന്നും നാട്ടിൽ നിൽക്കാൻ പറ്റൂല. തിരുവനന്തപുരത്ത് എനിക്ക് നിൽക്കണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ തന്നെ ഞാൻ എത്തിയത്. നാട്ടിൽ നിൽക്കേണ്ട, വേറെ എവിടെയെങ്കിലും നിൽക്കണമെന്നുള്ള ഒരു ഇതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നേരെ ഞാൻ ആരടുത്തും പറഞ്ഞില്ല, ഞാൻ തിരിച്ച് പുറത്തോട്ട് തന്നെ പോകണം എന്നുള്ള ഇതിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിക്കാൻ പോയി, ടാക്സി ഓടിക്കാൻ പോയി. 6 മാസം ഞാൻ ടാക്സി ഓടിക്കാൻ പോയി. വേറെ വരുമാനമൊന്നുമില്ല വീട്ടിൽ നിന്ന്. പിന്നെ ചോദിക്കാൻ പറ്റൂലെന്നല്ല, ചോദിച്ചാൽ തരും, പക്ഷെ എല്ലാവരും ചോദിക്കാനൊക്കെ ഒരു മടി. അങ്ങനെ 6 മാസം ഞാൻ കോയമ്പത്തൂർ വണ്ടി ഓടിച്ച് എന്ന് പറഞ്ഞാൽ ടാക്സി ഓടിച്ച്, വാടകയ്ക്ക് ഒരു ടാക്സി ഓണർ ചെയ്യുന്ന ഒരു ടാക്സി റെന്റിനെടുത്ത് അത് ഓടിച്ച് രാത്രി അതിൽ തന്നെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും, വീണ്ടും അതിൽ തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു 6 മാസം പോയി, മാക്സിമം പോയി പിടിച്ചു നിന്ന്. എന്നിട്ടും പിന്നെ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇങ്ങനെ അവസാനം ഞാൻ ഇവിടെ എത്തി പറഞ്ഞത്. ഇവിടെ എത്തി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരോഗ്യ ഭാഗ്യം കൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വന്ന സമയത്ത് അത് നമ്മൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറെ ഒന്നുമില്ല, എൻ്റെ അങ്ങനെ വേറെ പൈസയൊന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഒരു പാൻറ്റ്, ഒരു ഷർട്ട്, ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ടീഷർട്ട്, ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഓക്കെ. എല്ലാവരും കുറേ നാളുകൊണ്ട് ചോദിച്ചു എന്ത് ഡിപ്രഷൻ, എന്താണ് കാര്യം, എന്താണ് ഇതൊക്കെ ചോദിച്ചു. ഞാൻ 1 മാസം മുമ്പ് വീട്ടിൽ പോയിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ 1 മാസം മുമ്പ് വീട്ടിൽ പോയപ്പോഴത്തേക്ക് എനിക്കറിയാന്നുള്ള അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ, പക്ഷേ എന്തോന്ന് എനിക്ക് അത്രയ്ക്ക് അറിയാന്നുള്ള ഒരാൾ തന്നെ. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ അയാളെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇതേന്നൊക്കെ പറഞ്ഞ് എന്തോന്ന് തന്നേ നല്ലതൊന്നും ഇല്ലാത്ത ഇവ അതീ കിടന്ന് എന്തോന്ന് കാണിക്കണേ, മനസ്സിലായി? ഇത് കാണിക്കുമ്പോഴും അവനൊരു ഇത് തോന്നൂലേ ഇവ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഇത് കോമാളിത്തരം കിടന്ന് കാണിക്കും, മനസ്സിലായ? അങ്ങനെ ഒരു സാധനം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ പറയണ ഒരു കാര്യം ഞാൻ കേട്ടിന്. അതിനുശേഷം എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും നാൾ ഞാൻ ഒരു ഇതിരുന്നത്. എനിക്ക് രാത്രി ഉറങ്ങണതിൻ്റെ എനിക്ക് ഇങ്ങനെയുള്ള ഇതാണ്. പക്ഷെ അന്ന് അയാൾ ചോദിച്ചപ്പോൾ എനിക്കതിന് മറുപടി പറയാൻ പറ്റിയില്ല. ഇത് അയാൾ കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം അയാളിത് കാണണമെങ്കിൽ എനിക്ക് അയാളുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ് എൻ്റെ ഫാമിലി, ഈ നിൽക്കണ ഇവരാണ് എൻ്റെ ഫാമിലി. ഞാൻ അങ്ങനെ ഇവിടെ വന്നതാണ്. ഞാൻ ഇവിടെ വന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നത്, മനസ്സിലായ? ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. നീ അത് വിട്, നമുക്ക് ചില്ല, നമുക്ക് ഫൺ കാര്യങ്ങളൊക്കെ കോമഡി ഇവിടെ വന്നിട്ട് ഞാൻ മൊത്തം ഹാപ്പിയാണ്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നതാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് 2 ദിവസം ഞാൻ വന്ന് ഒരു 2 ദിവസമായപ്പോൾ ഇവന്റെ അടുത്ത് മാത്രമേ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പിന്നെയാണ് ഷമീർ ഇത് അറിഞ്ഞത്. അപ്പം ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ അന്ന് ഷമീർ ഇല്ല, ഞാൻ വന്ന് 2 ദിവസമായി. ഞാൻ ഇത് ഇവന്റെ അടുത്ത് പറഞ്ഞ് അത്ര ഇത് എന്നെ അപ്പോഴും തന്നെ എനിക്ക് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല, ഈ 2 ഡ്രസ്സും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഡ്രസ്സ് കാര്യങ്ങള് എനിക്കിവിടെ ഇനി കിട്ടാത്തതായിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ അത്രയും ഹാപ്പിയാണ്. ബാക്കി എല്ലാം പേരൻസ് ഞാൻ പറയട്ടെ, എന്നെ അവരെ എടുത്തു വളർത്തിയതാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നേ വരെ അവർ ഒരു കുറവും വെച്ചിട്ടില്ല. അവരെന്നെ കാണുന്നത്, എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ അവർ ആ കുടുംബം തന്നെ, എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയാലും അമ്മയുടെ ഫാമിലി ആയാലും വേറെ ആരെയും ഞാൻ പറയൂല. അവരെ കുടുംബം എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ടാണ് നോക്കണം. എൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവരെ മക്കളെ നോക്കണേയും കാട്ടി സ്നേഹത്തിലാണ് എന്നെ നോക്കിയിട്ടുള്ളത്.
എൻ്റെ അച്ഛനും അമ്മയും അതേ കണക്ക് തന്നെ. അവർക്ക് എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യോ അതേ കണക്ക് എനിക്കും അവർ ചെയ്തിട്ടുള്ളൂ. അവൻ എന്ത് ചെയ്യോ അതേ കണക്ക് അന്ന് തന്നെ എനിക്കും ചെയ്തിരിക്കും. അല്ലാതെ അവന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഇത് അങ്ങനെ ഇതുവരെ ഒരു കൺസിഡറേഷൻ ഒന്നും ഞാൻ കൊടുത്ത് കണ്ടിട്ടില്ല. അതൊരു ഭാഗ്യ. ആ ഒരു ഭാഗ്യമാണ് എനിക്കുള്ളത് എൻ്റെ അച്ഛനും അമ്മയും. നീ ചിരിച്ചടാ റാമോ, ചിരിക്കടാ. നീ ഒന്ന് ചിരിച്ചാണ്ട. കൊറേ ആയി ചേട്ടാ, സത്യം നീ ചിരിച്ചിട്ട് നമ്മള് കൊറേ ആയി കണ്ടിട്ട്. നീ ഒന്ന് ചിരിക്ക്. നീ പറയാനുള്ളതെല്ലാം പറഞ്ഞു നിർത്തില്ല, മൈൻഡിലുള്ളതെല്ലാം പറഞ്ഞു നിർത്തില്ല. ഇനി ഒന്ന് ചിരിച്ചാ റിലാക്സ് ആവും. ഒന്ന് ചിരിക്കടാ. വിട് അവന്റെ ഒരു ദിവസം കൂടി റിക്കവർ ആട്ടെ. ഓക്കെ.